കേരളത്തിലെ പബ്ലിക് ടോയ്ലറ്റായി മാറിയിരിക്കുന്നു PC ജോർജ്. എല്ലാ മാലിന്യങ്ങളും പേറുന്ന ഒരു മനുഷ്യൻ. അത് ഇയാളൊരു മനുഷ്യനാണോ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇപ്പോ ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കാതെ അറസ്റ്റിലാകാൻ ഒരുങ്ങുകയാണ് PC ജോർജ്. മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണെന്നും മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോകണമെന്നൊക്കെ ഒരു ചാനൽ ചർച്ചയിൽ വെച്ചങ്ങാലക്കി. അതിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട് നിൽക്കുകയാണ്. ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകും. ആ അറസ്റ്റ് PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം നിർണായകവുമാണ്. അതിനിടയിലാണ് മറ്റൊരു സംഭവം PC ജോർജ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. നിഷ ജോസിനെ, അതായത് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസിനെ വ്യക്തിപരമായും സ്ത്രീത്വപരമായും അപമാനിച്ചിരിക്കുന്നു PC ജോർജ്. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് PC ജോർജ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഫോണിലൂടെയാണ് അഭിമുഖം എടുത്തിരിക്കുന്നത്. നിഷ ജോസ് സ്ഥാനാർബുദ ബാധിതയായിരുന്നു. അവർ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് അർബുദത്തിൽ നിന്ന് മോചനം നേടി. അതിനുശേഷം അർബുദത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്യാമ്പുകളുമായി അവർ മുന്നോട്ട് പോയി. സ്ഥാനാർബുദം പലപ്പോഴും സംഭവിക്കുന്നത് ആദ്യഘട്ടത്തിൽ ചികിത്സ ചെയ്യാത്ത, സ്ഥാനാർബുദം രൂക്ഷമാകുന്നത് ആദ്യഘട്ടത്തിൽ ചികിത്സ ചെയ്യാത്തത് കൊണ്ടാണ്. നടി ശ്രീവിദ്യ അടക്കമുള്ളവർ ആദ്യഘട്ടത്തിലൊന്നും ചികിത്സ തേടിയിരുന്നില്ല. അത് സ്ഥാനാർബുദത്തെ രൂക്ഷമാക്കുകയും അത് മരണത്തിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് നിഷ ജോസ് തന്റെ ബോധവൽക്കരണ ക്യാമ്പുകൾ നടത്തുന്നത് സ്ഥാനാർബുദം നേരത്തെ തിരിച്ചറിയാനും സ്ഥാനാർബുദം ബാധിച്ച് ബ്രസ്റ്റ് റിമൂവ് ചെയ്തവർക്ക് ആത്മവിശ്വാസം പകരാനുമാണ്. കാരുണ്യ സന്ദേശയാത്ര എന്നാണ് സ്ഥാനാർബുദത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്യാമ്പിനെ കുറിച്ച് നടത്തുന്ന യാത്രയ്ക്ക് നിഷ ജോസ് പേരിട്ടത്. കാരുണ്യ സന്ദേശ യാത്ര. ഈ യാത്ര വളരെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് PC ജോർജ് പറയുന്നത് നിഷ ജോർജിന്റെ ഒരു മുല നഷ്ടപ്പെട്ടു, മുല കീറിപ്പോയെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ യാത്ര നടത്തുന്നതെന്ന്. ഓരോ അഭ്യാസങ്ങളാണ് നിഷ ജോസ് കാണിക്കുന്നത്. എന്തു പറയാൻ. PC ജോർജെ, നിങ്ങൾ വല്ലപ്പോഴും ഒരിക്കെ തിരുവനന്തപുരത്തെ RCCയിലൊന്ന് എത്തണം. മനുഷ്യൻ എത്ര നിസ്സാരനാണ്, മരണം എത്ര ദുർബലമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇതിനപ്പുറമൊന്നും കേരള സമൂഹം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇതിപ്പോ കേരള സമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്. നിഷ ജോസ് സ്ഥാനാർബുദ ബാധിതയായി അതിൽ നിന്ന് മോചനം നേടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന യുവതിയാണ്. ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നേതാവാണ്. അവരെക്കുറിച്ചാണ് വളരെ മോശപ്പെട്ട കമന്റ്, വളരെ മോശപ്പെട്ട രീതിയിൽ PC ജോർജ് സംസാരിച്ചിരിക്കുന്നത്. വിവാദം കത്തിപ്പടരുകയാണ്. PC ജോർജിനെതിരെ കേസ് കൊടുക്കുമെന്ന് പല സംഘടനകളും പറഞ്ഞു കഴിഞ്ഞു. കേസ് എത്തിയിട്ടില്ല എന്നാണ് അറിവ്. എന്തായാലും PC ജോർജിനെതിരെ ഈ പരാമർശത്തിന്റെ പേരിൽ കേസ് വരും എന്നത് ഉറപ്പാണ്. PC ജോർജ് ഈ പറഞ്ഞതിലൂടെ ചെയ്തത് സ്ത്രീത്വത്തെ മാത്രമല്ല, സ്ത്രീകളുടെ അസ്തിത്വത്തെ കൂടി അപമാനിക്കുകയാണ്. നിഷ ജോസ് ഇതിനെതിരെ മറുപടി പറഞ്ഞിട്ടില്ല. എന്തായാലും PC ജോർജ് ആപ്പിലായിരിക്കുകയാണ്. ഇപ്പോ ജോർജ് ചായന് പറഞ്ഞതെല്ലാം പിഴയ്ക്കുകയാണ്. എന്താ പറയുക. PC ജോർജ് ഒരമ്മയുടെ മകനല്ലേ. ആ അമ്മയുടെ മുല കുടിച്ചല്ലേ PC ജോർജ് വളർന്നത്. മുല ഒരു സെക്സ് സിമ്പൽ മാത്രമല്ല, അതൊരു വാത്സല്യത്തിന്റെ കൂടി സിമ്പലാണ്.